ഹലോ, സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ ഉഷ കൃഷ്ണമൂർത്തി. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വിരകിയ അപ്പം എന്ന് പറയും, മലബാറുകാരുടെ, അതായത് കോഴിക്കോട്ടുകാരായ ഞങ്ങളുടെ. ഇപ്പം എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവകാശമൊന്നും ഞാൻ പറയണില്ല, ഞങ്ങളുടെ എന്നുള്ള പറയുമ്പം ഞങ്ങളുടെ എന്ന് പറഞ്ഞു പോണതാണേ. സാധാരണ സംഭാഷണത്തിൽ വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടത് പച്ചരീൻ്റെ പൊടി വറുത്തതല്ല, പൊടിച്ച് വെച്ച പൊടിയാണ്. ഒരു ഗ്ലാസ് പൊടിയാണത്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ പാൽ മാത്രമാണ് എടുത്തത്, കട്ടിയുള്ള പാല്. പിന്നെ കുറച്ച് കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് വറുത്തെടുക്കണം. പിന്നെ അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏലക്കായ, ഒരു 4 ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരല്പം നമുക്ക് ചുക്കുപൊടി ഇടാം, ഫ്ലേവറിനുള്ളതാണ്. പിന്നെ ശർക്കരപ്പാനിയാണ് ഒഴിക്കുന്നത്. ശർക്കരയുടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഇടാം. ശർക്കരപ്പാനി അവസാനമാണ് ഒഴിക്കുന്നത്. ആദ്യം തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ പൊടിയെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. പിന്നെ അവസാനമായിട്ട് വേണ്ടത് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, വലിയ ചീനച്ചട്ടിയിൽ. അത് കത്തിച്ച് കൊടുക്കാം, ചൂടാവട്ടെ. അതിൽ ആദ്യം കടലപ്പരിപ്പൊന്ന് ചൂടാക്കി മാറ്റി വയ്ക്കണം. നമുക്കിത് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സായി വരണം. ബാക്കി പാൽ കൂടെ ഒഴിക്കുക. ആവശ്യത്തിനുള്ള പാലൊഴിച്ചു. ഇതിൽ ഉപ്പുപൊടി മാത്രമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നമുക്കിതിനെ ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ച് കുറുക്കിയെടുക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കണം. ശർക്കരപ്പാനി കൂടെ ഒഴിക്കണം. നമുക്ക് ഈ അണ്ടിപ്പരിപ്പും ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. ആദ്യം കടലപ്പരിപ്പിനെ നെയ്യിലൊന്ന് മൂപ്പിച്ച് മാറ്റി വയ്ക്കുക. ശേഷം ഗ്രേറ്റ് ചെയ്ത് കടലപ്പരിപ്പിനെയും ഒന്ന് മാറ്റിയെടുക്കാം. നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിനോടൊപ്പം നല്ല ടേസ്റ്റിയായ കടല കിട്ടും. ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒന്ന് നെയ്യിൽ മൂപ്പിക്കുന്നേ ഉള്ളൂ കേട്ടോ. കുതിർത്തു കഴുകി അതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിന് വറുത്ത അണ്ടിപ്പരിപ്പും കടലപ്പരിപ്പും മാറ്റി വെച്ചിട്ടുണ്ട്. സൈഡിലോട്ട് നീക്കി വെച്ചാൽ മതിയേ. ഇനി നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ശർക്കരപ്പാനി കൂടെ ഒഴിക്കണം. ശർക്കരപ്പാനി ഒഴിച്ചു. പിന്നെ നമുക്ക് നന്നായിട്ട്, ഇത് കട്ടയൊന്നും ആവില്ല, നൈസായിട്ട് വരും കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണമെന്ന് മാത്രം. ചെറിയ തീയിൽ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച്
നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നല്ല ടൈറ്റായിട്ടാണ് നിൽക്കുന്നത്. ഒന്നുകൂടെ നെയ്യ് ഒഴിച്ചാലേ ഉള്ളൂ ഇനി ഇത് ഇളക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കുറുകി മാവ് വെന്ത് വരുമ്പോഴേക്കും നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് ഇളക്കിയാലേ ഇനി ശരിയാവുള്ളൂ. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഓരോ ടീസ്പൂണായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഏലക്കായ ചുക്കുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായയുടെ പൊടിച്ചതും ചുക്ക് പൊടിച്ചതും രണ്ടും കൂടെ ഒരു 1/2 ടീസ്പൂൺ കാണും. നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്തു നിന്നും എണ്ണ ഇറങ്ങി വരും. അപ്പോഴാണ് ഇത് ഓഫ് ചെയ്യേണ്ടത്. തേങ്ങാപ്പാലെല്ലാം ഇതിലായിട്ട് ചേർന്ന് ചൂടായി കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഇതിൽ പിടിക്കുന്നുണ്ട്. അതൊക്കെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് നിന്നും തേങ്ങയുടെ എണ്ണയിൽ നിന്നും വരുന്ന വെളിച്ചെണ്ണയും ഒഴിച്ച നെയ്യും എല്ലാം കൂടെ സൈഡിലൂടെ വരും. അപ്പോഴാണ് ഇതിൻ്റെ പാകം വരുന്നത്. അപ്പോൾ നമുക്കതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം. ഇത് കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണം. നിങ്ങളെ കൂട്ടത്തോടെ എന്നെയും കൂടെ കൂട്ടണം. നമ്മുടെ കിണ്ണത്തപ്പം അഥവാ വിരകിയപ്പം എന്ന് പറയുന്ന അപ്പം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണ കിനിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വരുമ്പോഴാണ് ഇത് നമ്മൾ ഓഫ് ചെയ്തിട്ട് പാത്രത്തിലോട്ട് മാറ്റുന്നത്. കുറച്ച് സമയം കൂടി ഉണ്ട് കേട്ടോ. വീഡിയോ കണ്ടാലും ഇത് ഒരു 10 മിനിറ്റിൽ റെഡിയാവുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂർ എടുക്കുന്നുണ്ട്. അരമണിക്കൂറെങ്കിലും വേണം. വളരെ കുറച്ചുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുറത്ത് വിറകടുപ്പൊക്കെ വെച്ച് വലിയ ഉരുളിയിലൊക്കെ ഇട്ടിട്ടുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇളക്കാനൊക്കെ സൗകര്യമാണ്. ഇപ്പോൾ നമ്മൾ പരിമിതമായ സ്ഥലത്ത് വെച്ചിട്ടാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഈ സമയത്തിലിത് നമ്മൾ ചെയ്തെടുക്കുന്നത്. അരിപ്പൊടിയല്ലേ, ആ പൊടി നന്നായിട്ട് ശർക്കരയും നെയ്യും ചേർന്നതിൽ നിന്ന് നന്നായിട്ട് വെന്ത് വരണം. പിന്നെ കടലപ്പരിപ്പ് അത് താല്പര്യമുള്ളവർക്ക് ഇട്ടാൽ മതി. ഞാൻ അണ്ടിപ്പരിപ്പും കടലപ്പരിപ്പും കൂടിയാണ് ഇട്ടത്. കഴുകി കുതിരാൻ വെച്ചു. കുതിർന്ന ശേഷം അതിനെ ഒന്ന് നെയ്യിൽ വറുത്തെടുത്തതാണ്. അപ്പോൾ ടേസ്റ്റ് കുറച്ച് കൂടും നെയ്യിൽ വറുത്തെടുക്കുമ്പം. അല്ലാത്തവർക്ക് ബദാമോ അണ്ടിപ്പരിപ്പോ ഏതാണോ ഉള്ളത് അത് ചേർക്കാം. ഒന്നും ചേർക്കാതെയും ഉണ്ടാക്കാം. ഇത് ഒരു 10 മിനിറ്റ് കൂടെ എങ്കിലും ഇനി വേണം എടുക്കണമെങ്കിൽ. ഇപ്പം നെയ്യും വെളിച്ചെണ്ണയും തേങ്ങാപ്പാലിൽ വേവിക്കുന്നത് കൊണ്ടേ തേങ്ങാപ്പാൽ ചൂടായി കഴിയുമ്പോൾ നല്ല ഉരുക്കിയ വെളിച്ചെണ്ണയല്ലേ വരുന്നത്. അതും നെയ്യും കൂടി ഇപ്പം മിക്സായാണ് ഇതിൽ കിടക്കുന്നത്. ഇതിന് അടുത്ത ട്രേയിലേക്ക് മാറ്റണമെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ കഴിയണം. വെളിച്ചെണ്ണ കിനിയാൻ തുടങ്ങിയതേ ഉള്ളൂ. അതിൽ നിന്നും ചീനച്ചട്ടിയിൽ നിന്നും വിട്ട് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ കിണ്ണത്തപ്പം ചീനച്ചട്ടിയിൽ നിന്നും മാറ്റി. ഇതിന് നമുക്കിനി കുറച്ച് ഫിനിഷിംഗ് ഉണ്ട്, കറക്റ്റ് ചെയ്യണം. അപ്പോൾ ചൂടിലെടുത്ത് ഇങ്ങോട്ട് ഇട്ടപ്പോഴേ ഇതെല്ലാം ചൂട് തന്നെ അങ്ങ് ഫിനിഷ് ചെയ്തെടുക്കണം. കടലപ്പരിപ്പും അണ്ടിപ്പരിപ്പുമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മേലെ അലങ്കാരം വേണമെന്നുണ്ടെങ്കിൽ ബദാം പരിപ്പോ എല്ലാം കട്ട് ചെയ്തിടാം. ചൂടാറിയിട്ട് നമുക്ക് മുറിക്കാം. നമുക്ക് കട്ട് ചെയ്യാം. ഞാനൊരു വരയിട്ട് വെച്ചിരുന്നു ചൂടുള്ള സമയത്ത് തന്നെ. നമ്മുടെ കിണ്ണത്തപ്പം വിരകിയ അപ്പം കട്ട് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ ചൂട് പോകാനുണ്ട്. കുട്ടികൾക്ക് വൈകുന്നേരം കൊടുക്കാൻ, അവധി ദിവസങ്ങളിൽ വീട്ടിലിരിക്കുമ്പം കൊടുക്കാം. നല്ല ടേസ്റ്റിയായ വീട്ടിലുണ്ടാക്കുന്ന, ഇതെല്ലാം കടയിലും കിട്ടുന്നതാണ്. പക്ഷേ ഏതെല്ലാം ഓയിൽ ചേർത്താണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാമെന്നേ. കുറച്ച് ഫിനിഷിങ്ങൊക്കെ കുറവായിരിക്കും, അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ്.